വിദേശ വിദ്യാർത്ഥികൾക്ക് ബ്രിട്ടീഷ് സർക്കാരിന്റെ മുന്നറിയിപ്പ്. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. അഭയം തേടി സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഹോം ഓഫീസ് നേരിട്ട് സന്ദേശം അയച്ചു തുടങ്ങിയിട്ടുണ്ട്. വിസയുടെ കാലാവധി കഴിയാറായവർക്കാണ് ഈ അറിയിപ്പ് ലഭിക്കുക. വിദ്യാർത്ഥികളുടെ വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയാണ് ലക്ഷ്യം. അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് എവറ്റ് കൂപ്പർ MP പറഞ്ഞു. തകർന്ന അഭയ സംവിധാനം നന്നാക്കാൻ പല നടപടികളും എടുക്കുന്നുണ്ട്. കാര്യങ്ങൾ കൂടുതൽ നിയന്ത്രിക്കാനും ചിട്ടപ്പെടുത്താനും ശ്രമിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ വിസയിലുള്ള പ്രശ്നങ്ങൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഏകദേശം 15,000 വിദ്യാർത്ഥികൾ വിസയുടെ കാലാവധി കഴിയുമ്പോൾ അഭയം തേടുന്നുണ്ട്. സ്വന്തം രാജ്യത്ത് പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യുന്നു. ഇത് അഭയകേന്ദ്രങ്ങളിലും ഹോട്ടലുകളിലുമുള്ള സൗകര്യങ്ങളെ ബാധിക്കുന്നു. ഈ രീതി അവസാനിപ്പിക്കണം. സ്വന്തം രാജ്യത്ത് പ്രശ്നങ്ങളില്ലാത്തവർ കോഴ്സ് കഴിഞ്ഞാൽ അഭയം തേടരുത്. വിസ നീട്ടാനുള്ള എളുപ്പവഴിയായി ഇതിനെ കാണരുത്. ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കും. അതിനാലാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് സന്ദേശം അയക്കുന്നത്. അഭയ സംവിധാനം വിസ നീട്ടാനുള്ളതല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഭയം തേടുന്നവരുടെ അപേക്ഷകൾ സൂക്ഷ്മമായി പരിശോധിക്കും. ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരെ സഹായിക്കില്ല. നിയമപരമായി രാജ്യത്ത് തുടരാൻ അവകാശമില്ലാത്തവർ സ്വയം രാജ്യം വിട്ടുപോകണം, അല്ലെങ്കിൽ അവരെ നാടുകടത്തും. അഭയത്തിനായുള്ള അപേക്ഷകൾ കർശന മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ പരിഗണിക്കൂ. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നവരെ നാടുകടത്തും. നിയമ നടപടിക്ക് മുമ്പ് സ്വയം രാജ്യം വിട്ടുപോകാൻ തയ്യാറാകുക തുടങ്ങിയ കാര്യങ്ങളാണ് ഹോം ഓഫീസ് നൽകുന്ന സന്ദേശത്തിലെ പ്രധാനപ്പെട്ടവ. കഴിഞ്ഞ മാസം UK സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 ജൂൺ വരെ 1,11,000 ആളുകൾ അഭയം തേടി. 1979 ശേഷം ഇത്രയധികം ആളുകൾ അഭയം തേടുന്നത് ഇതാദ്യമായാണ്. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് 2025 ജൂൺ വരെ 98,014 വിസകൾ അനുവദിച്ചു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 11% കുറവാണ്. സാധുവായ വിസയിൽ UKയിലെത്തിയ ശേഷം അഭയം തേടിയവരിൽ കൂടുതൽ പേർ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ളവരാണ്. 2024 അഭയം അനുവദിച്ചവരിൽ 1% മാത്രമാണ് ഇന്ത്യക്കാർ. സിറിയക്കാർ, എറിത്രിയക്കാർ, സുഡാനികൾ തുടങ്ങിയവരുടെ അപേക്ഷകൾക്ക് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 2022 ജൂൺ മുതൽ 2025 ജൂൺ വരെ നിയമപരമായ മാർഗങ്ങളിലൂടെ അപേക്ഷകൾ 3 ഇരട്ടിയായി വർദ്ധിച്ചു. 41,400 അപേക്ഷകളാണ് ലഭിച്ചത്. ഇത് മൊത്തം അപേക്ഷകരുടെ 37%. ഇതിൽ 40% പേർ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ്. 29% പേർ വർക്ക് വിസയിൽ എത്തിയവരും 24% പേർ വിസിറ്റർ വിസയിൽ എത്തിയവരുമാണ്. നാഷണൽ ഇന്ത്യൻ സ്റ്റുഡൻറ് ആൻഡ് അലുമിനി യൂണിയൻ UK പറയുന്നത് മിക്ക വിദ്യാർത്ഥികളും നിയമം ലംഘിക്കുന്നില്ല എന്നാണ്. UKയിലെ ഭൂരിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളും നിയമം അനുസരിക്കുന്നവരാണ്. വിസ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നവരാണ്. അവർ ബ്രിട്ടീഷ് സർവകലാശാലകൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും ഒരുപാട് സംഭാവനകൾ നൽകുന്നുണ്ട്. ഇന്ത്യയും UKയും തമ്മിലുള്ള ബന്ധത്തിൽ വിദ്യാർത്ഥികൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാണ് നിസാവ് UK ചെയർമാൻ സനം അറോര BBCയോട് പ്രതികരിച്ചത്. വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഇത്രമാത്രം: ആരും പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ വിസയുടെ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക, അത് പൂർണ്ണമായി പാലിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിസാവുമായി ബന്ധപ്പെടുക. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ലളിതമായി പറഞ്ഞാൽ, ബ്രിട്ടീഷ് സർക്കാർ വിദേശ വിദ്യാർത്ഥികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വിസ കാലാവധി കഴിഞ്ഞും അവിടെ തന്നെ കൂടാൻ ശ്രമിച്ചാൽ നടപടിയുണ്ടാകും. അഭയം തേടി വിസ നീട്ടാനുള്ള ശ്രമം നടത്തരുത്. നിയമമനുസരിച്ച് ജീവിക്കുന്ന വിദ്യാർത്ഥികൾ പേടിക്കേണ്ടതില്ല. സംശയങ്ങളുണ്ടെങ്കിൽ നിസാവുയുടെ സഹായം തേടാവുന്നതാണ്. ഇതൊരു സാധാരണ അറിയിപ്പായി മാത്രം കാണുക. നിയമം ലംഘിക്കാൻ ശ്രമിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ബ്രിട്ടീഷ് സർക്കാർ അവരുടെ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുന്നു. വിദ്യാർത്ഥികൾ അവരുടെ വിസയുടെ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിസാവ് UKയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ അവർക്ക് സാധിക്കും. ഓരോ രാജ്യത്തിനും അതിൻ്റേതായ നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. അത് പാലിക്കേണ്ടത് അവിടുത്തെ പൗരന്മാരുടെയും സന്ദർശകരുടെയും കടമയാണ്. നിയമങ്ങൾ ലംഘിച്ചാൽ ശിക്ഷയുണ്ടാകുമെന്നോർക്കുക. ഈ വീഡിയോ ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ആരെയും ഭയപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ ഉദ്ദേശിച്ചുള്ളതല്ല. വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ വിവരങ്ങൾ നൽകുക എന്നതാണ് ലക്ഷ്യം.